വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് പിസ്സ ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ മൈദയും മുട്ടയും ഉപ്പും കൂടി ഇട്ട് കുഴച്ച് മാവ് സെറ്റാക്കണം. ഈ പരുവത്തിൽ കിട്ടണം കേട്ടോ മാവ്. എന്നിട്ട് പാനിൽ ഇതിട്ടിട്ട് നന്നായിട്ട് കൈവച്ച് അങ്ങോട്ട് അമർത്തി പരത്തി കൊടുക്കണം. എന്നിട്ടൊരു സ്പൂൺ വെച്ച് കുത്തി കുത്തി അതിൽ കുറച്ച് ഓട്ട ഇടണേ. എന്നിട്ട് കയ്യിലുള്ള ഏതെങ്കിലും ഒരു കെച്ചപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം വീട്ടിൽ തന്നെ ഉള്ള പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ആദ്യം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. വേറൊന്നുമില്ല കേട്ടോ, തക്കാളിയും സവോളയും വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളാണ്. പിന്നെ അതായത് ചീസ് വാങ്ങിച്ചിട്ടുണ്ട്, ചീസ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കങ്ങ് അടച്ച് ഭദ്രമായിട്ട് അങ്ങ് മൂടി വയ്ക്കാം. ഇത് തുറന്നപ്പോൾ കണ്ടോ എല്ലാം നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ വീട്ടിലെ തട്ടിക്കൂട്ട് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വെച്ച പാത്രം ഇത്തിരി ചെറുതായിപ്പോയി, പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇച്ചപ്പനോടെ കൊതി നോക്കിയപ്പോണ്ട്. എന്നിട്ട് ഇതാ മുറിച്ചെടുത്ത് കഴിച്ച് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കൊള്ളാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ.